നടി ഊർവശി തൻ്റെ ആദ്യ വിവാഹ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളും മദ്യപാനം തൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്നതിനെക്കുറിച്ചും അടുത്തിടെ തുറന്നു പറഞ്ഞത് വൈറലായിരുന്നു. അതിനുശേഷം മനോജ് ഊർവശി ദാമ്പത്യം വീണ്ടും പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയവുമായി. മദ്യപാനം ശീലിച്ചത് ഭർത്തൃവീട്ടിൽ നിന്നാണെന്ന് ഊർവശി വെളിപ്പെടുത്തിയത്. ഇപ്പോഴിതാ മനോജ് ഊർവശി ദാമ്പത്യത്തെക്കുറിച്ചും നടിയുടെ മദ്യപാന ശീലത്തെക്കുറിച്ചും തനിക്കറിയാവുന്ന കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ചലച്ചിത്ര ലേഖകൻ പല്ലിശ്ശേരി. പല്ലിശ്ശേരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഊർവശി മദ്യപിക്കുമോ? മദ്യപിച്ച് ബഹളമുണ്ടാക്കുമോ? വീണ്ടും പഴയ കാര്യങ്ങൾ പൊന്തി വന്നിരിക്കുന്നു. ഊർവശി മദ്യപിക്കാൻ കാരണം മനോജ് കെ ജയൻ്റെ വീട്ടുകാരാണെന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്നോടും ചോദ്യം വന്നു. എന്നോട് എന്തിനു ചോദിക്കുന്നു എന്നായിരുന്നു എൻ്റെ പ്രതികരണം. മദ്യപാനം തെറ്റാണെന്ന് പലരും കരുതുന്നില്ല. മദ്യപിക്കുകയോ മദ്യപിക്കാതിരിക്കുകയോ ചെയ്യാം. അതൊരു വ്യക്തിയുടെ ഇഷ്ടമാണ് എന്ന് കരുതി രണ്ടാമതൊരാൾക്ക് കുഴപ്പമുണ്ടാക്കാനും പാടില്ല. ഊർവശി മദ്യപിക്കുന്നുവെന്നത് എനിക്ക് അറിയാവുന്നത്. മദ്യപിക്കുക മാത്രമല്ല, മോശമായി പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനായ എന്നോട് പോലും. ആ കുടുംബവുമായി എനിക്ക് വർഷങ്ങളായുള്ള ബന്ധമാണ്. സിനിമാക്കാരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള ബന്ധമല്ല, ഒരു വീട് പോലെയായിരുന്നു. അത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ടി.എസ്. സുരേഷ് ബാബുവിൻ്റെ സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ ചെന്നു. അവിടെ വെച്ചാണ് ഊർവശിയും മനോജ് കെ ജയനും പ്രണയത്തിലാണെന്നത് ഞാൻ അറിയുന്നത്. പിന്നീട് ഇരുവരും വിവാഹിതരായി സുഖജീവിതം തുടങ്ങി. കോട്ടയത്ത് മനോജ് കെ ജയൻ്റെ വീട്ടിൽ വരുമ്പോഴും വളരെ സന്തോഷവതിയായിരുന്നു. അന്ന് ഞാൻ മംഗളത്തിലാണ് ജോലി ചെയ്തിരുന്നത്. സുഖസൗകര്യങ്ങളോടെ ഊർവശി ജീവിച്ചു വരുന്നതിനിടയിലാണ് ഇരുവരും വേർപിരിയാൻ പോകുന്നുവെന്ന വാർത്ത കേൾക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് ഊർവശിയെയല്ല, അവരുടെ വീട്ടുകാരെയാണ്. ഞങ്ങൾ മനോജ് കെ ജയൻ്റെ ഭാഗത്താണ് എന്നായിരുന്നു അവരുടെ മറുപടി. ഞാൻ അന്വേഷിച്ചപ്പോൾ കുഞ്ഞുമായി അവർക്കൊപ്പമാണ് മനോജിൻ്റെ താമസം. പിന്നെന്തിനാണ് പ്രശ്നമെന്ന് തോന്നി. വീട്ടുകാർ പറഞ്ഞത് ഊർവശി പതിവില്ലാത്ത വണ്ണം മദ്യപിക്കുന്നു എന്നതാണ്. വിവാഹമോചനത്തിലേക്ക് പോകാൻ മനോജിന് താല്പര്യമില്ലായിരുന്നു. ഇത് ഞാൻ പറയാൻ കാരണം ഈ വിഷയത്തിൽ ഒന്ന് ഇടപെട്ട് നോക്കാൻ അവരുടെ വീട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞുവെന്നതാണ്. മദ്യപിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഇടപെട്ടിട്ട് കാര്യമില്ലെന്ന് ഞാനും പറഞ്ഞു. എനിക്കറിയാവുന്ന ഊർവശി പാവമായിരുന്നു. ഇപ്പോഴത്തെ ഊർവശി പാവമല്ല. പിന്നെ മദ്യലഹരിയിൽ എന്ത് സംസാരിക്കാനാണ്? എപ്പോഴാണ് ബോധം വരിക? അപ്പോൾ വീട്ടുകാർ തന്നെ പറഞ്ഞു, സംസാരിച്ചു നോക്ക്, പിരിയുകയാണെങ്കിൽ പിരിയട്ടെ, യോജിച്ചു പോവുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന്. രണ്ടായാലും ഞങ്ങൾ മനോജ് കെ ജയനെ കുറ്റം പറയില്ല എന്നാണ് ഊർവശിയുടെ വീട്ടുകാർ അന്ന് പറഞ്ഞത്. ഒരു ദിവസം രാത്രി ഊർവശിയെ വിളിച്ചു. നാവ് കുഴയുന്നുണ്ടായിരുന്നു. മനോജുമായുള്ള പ്രശ്നം പരിഹരിച്ചൂടെയെന്ന് ചോദിച്ചപ്പോൾ താൻ ആരാണ് ചോദിക്കാൻ, അവർ പറഞ്ഞിട്ടാണോ വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് മോശമായ രീതിയിൽ എന്നോട് സംസാരിച്ചു. പിന്നീട് മദ്യപിച്ച് ലക്കുകെട്ട ഊർവശിയെ ചാനലുകളിലൂടെ നമ്മളെല്ലാവരും കണ്ടു. ഊർവശി നല്ല മദ്യപാനിയായിരുന്നു. മദ്യപിച്ച് ബഹളം വെച്ചിട്ടുണ്ട്, മോശമായി പെരുമാറിയിട്ടുണ്ട്. ഞാൻ അതിന് സാക്ഷിയും അനുഭവസ്ഥനുമാണ് എന്ന് പല്ലിശ്ശേരി പറയുന്നു.